എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് ഓർത്താൽ എനിക്ക് ഒരു സമാധാനവുമില്ല, എനിക്കൊരു സന്തോഷവും ലഭിക്കത്തില്ല. നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇതിൻ്റെ 24-ാം അധ്യായം. ലൂക്കോസ് 24 24-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം ആമുഖമായി നമുക്ക് വായിക്കാം. ലൂക്കോസ് 24:32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? 2 പേര് യെരുശലേമിൽ നിന്ന് എങ്ങോട്ട് പോകുകയായിരുന്നു? ഇമ്മൗസിലേക്ക് പോകുകയായിരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, 32-ാമത്തെ വാക്യം. They asked each other, were not our hearts burning within us while he talked with us on the road and opened the scriptures to us? Were not our hearts burning? Hearts burning. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹാർട്ട്സ് ബേണിംഗ് എന്ന്. ഹാർട്ട് ബേൺ. ഈ ഹാർട്ട് ബേൺ എന്നുള്ള ഒരു മെഡിക്കൽ ടേമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? How many of you know that heart burn is also a medical term? Okay. ഹാർട്ട് ബേൺ വന്നിട്ടുള്ള നെഞ്ചരിച്ചിൽ എന്ന് മലയാളത്തിൽ പറയും. നെഞ്ചരിച്ചിൽ വന്നിട്ടുള്ളവരുണ്ടോ? സാധാരണ നെഞ്ചരിച്ചിലല്ല. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു നെഞ്ചരിച്ചിലുണ്ടായി. 1 മാസത്തിലേറെ, 1-2 മാസത്തിന് മുൻപായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ആ നെഞ്ചരിച്ചിൽ വല്ലാത്തൊരു നെഞ്ചരിച്ചിലാണ്. ഞാൻ വിചാരിച്ചു ഹാർട്ട് അറ്റാക്ക് വരികയാണെന്ന്. അതുപോലെയുള്ള വേദനയും അസ്വസ്ഥതയും വിയർപ്പും ഒക്കെയാ ഈ നെഞ്ചരിച്ചിൽ വരുന്ന സമയത്ത്. അതിൻ്റെ കാരണം എന്താണെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ അതിന് പറയുന്നത് ഗർഡ് എന്ന. GERD, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് അല്ലേ? am I right? Yeah. ഓക്കെ. അപ്പോൾ ഈ വയറ്റിലെ നമ്മുടെ ആസിഡിൻ്റെ ഫ്യൂംസ്, അതിൻ്റെ പുകയെന്നല്ലല്ലോ പറയുന്നത്, അതിൻ്റെ ആസിഡ് ഫ്യൂംസ്, മലയാളം കിട്ടുന്നില്ല, അത് മുകളിലോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഡയഫ്രത്തിൽ വന്ന് നിൽക്കും. അത് പുറത്തോട്ട് പോകത്തില്ല. ആസിഡിൻ്റെ ഫ്യൂമാണ്. അതുകൊണ്ട് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അത്. അതിൻ്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റം പോലെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ പ്രയാസം വന്ന സമയത്ത് ആശുപത്രിയിൽ ചെന്നു. ECG എടുത്തപ്പം വേരിയേഷൻ കണ്ടു. ഉടനെ അവർ ഒരു ടെസ്റ്റൊക്കെ നടത്തി. ട്രോപ്പോണിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, അറ്റാക്ക് വന്നതാണോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു പ്രോട്ടീൻ ടെസ്റ്റ്. അത് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, ഹാർട്ട് ബേൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നെഞ്ചരിച്ചെന്ന് പറഞ്ഞു. ഇവിടെ ഈ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ നെഞ്ചരിച്ചിൽ ഇച്ചിരി വേദനാജനകമായ ഒരു അനുഭവമാണ്. പക്ഷേ ദർ ഈസ് സംതിങ് കോൾഡ് സ്പിരിച്വൽ ഹാർട്ട് ബേൺ. ആത്മീയമായ ഒരു നെഞ്ചരിച്ചിലുണ്ട്. അത് നല്ല സുഖമുള്ള ഒരു അനുഭവമാണ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേര് ആത്മീയമായ നെഞ്ചരിച്ചിൽ? അത് എപ്പോഴാണെന്നറിയാമോ? ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കത്തല്, ഉള്ളിലുള്ള സുഖകരമായ ഒരു കത്തല്, എ ഹാപ്പി ഫീലിംഗ്, എ പീസ്ഫുൾ എക്സ്പീരിയൻസ്, എ ജോയ്, ഒരു വലിയ സന്തോഷം. അത് അനുഭവിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ സന്തോഷം. ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ ശിഷ്യന്മാർ അവിടെ പറയുന്നത്. അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലേ, തമ്മിൽ ആ നാഴിക. ഓക്കെ. 32-ാമത്തെ, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറഞ്ഞു. ഹൃദയം കത്തണമെങ്കിൽ
സന്തോഷത്തിൻ്റെ ഒരു കത്തൽ നമുക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കണം. എത്ര പേര് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് അങ്ങനെ സന്തോഷിക്കാറുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇവിടെ 2 പേരെ കുറിച്ചാണ് പറയുന്നത്. അവരിൽ 2 പേർ, അന്ന് തന്നെ അവരിൽ 2 പേർ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം 2 പേര്, അത് ആരൊക്കെയാണെന്ന് പറയുന്നില്ല, ഒരാളുടെ പേര് പറയുന്നുണ്ട്. ആളുടെ പേരെന്താണ്? ക്ലെയോഫാസ്. ചിലർ പറയുന്നുണ്ട് ഇതൊരു ഭാര്യയും ഭർത്താവുമാണെന്ന് പറയുന്നുണ്ട്, അല്ലാതെ 2 പേര് 2 പുരുഷന്മാരാണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ 2 പേരെന്ന് മാത്രം പറയുകയാണ്. അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ, 13-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു യാത്രയാണ്. അവരെവിടുന്ന് എവിടേക്കാണ് പോകുന്നത്? യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 7 നാഴിക ദൂരമുണ്ട്, 7 മൈല്. ഈ 7 മൈൽ ദൂരം അവർ പോവുകയാണ്. അവർ യാത്രയാണ്. ആ യാത്രയുടെ സമയത്താണ് അവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യാത്രയിൽ അവർ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംഭവിച്ചതിനെക്കുറിച്ച്. എന്തുവാ സംഭവിച്ചത്? യേശുക്രിസ്തു മരിച്ചു. അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. യേശുവിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. വലിയ വലിയ കാര്യങ്ങൾ അവനിൽ കൂടെ ചെയ്യാൻ പറ്റും. ആ ദേശത്തിന് വലിയൊരു വിടുതൽ വരാൻ പോകുക. അപ്പോൾ അവർ ഒത്തിരി കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു. അവരുടെ കണക്ക് കൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇതാ യേശു മരിച്ചു. യേശു അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, their plans hadn't worked out. അവരുടെ പദ്ധതികളൊന്നും നടന്നില്ല. 24:13 നമ്മളതാ വായിക്കുന്നത്. ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ നിരാശരായി. അവരുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവർ നിരാശരായി തിരികെ പോവുക എമ്മൗസിലേക്ക്. അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു യെരുശലേമിലെ. എന്നാൽ അവർ പ്രതീക്ഷ വെച്ചിരുന്ന വ്യക്തി മരിച്ചടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ ഓരോരുത്തർ പറയുന്നു, പക്ഷേ അവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. അവരുടെ പദ്ധതികളെല്ലാം തകർന്നവരായി, നിരാശരായി അവർ തിരികെ എമ്മൗസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളും ഇങ്ങനെ ചെയ്യാറില്ലേ? നമ്മുടെ പദ്ധതികൾ, നമ്മുടെ പ്ലാനുകളൊക്കെ തകരുമ്പോൾ, നമ്മുടെ പ്ലാനിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവരാണോ? ഞാനൊത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി കരഞ്ഞു, പക്ഷേ എൻ്റെ പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല. മെല്ലെ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് മടങ്ങുക. ദൈവസന്നിധിയിൽ നിന്ന് അകന്നകന്നകന്നു പോവുക. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയവരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. See, sometimes God changes your plans. ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ പദ്ധതികളെ മാറ്റിമറിക്കും. നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ, പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നുവെന്ന് പറയാൻ പറ്റിയവർ എത്ര പേരിവിടെ ഉണ്ട്? ചിലരുടെ കാര്യത്തിൽ നടന്നു കാണും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം, നിങ്ങളുടെ ആരോഗ്യം എല്ലാം കറക്റ്റായിട്ട് നടന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. Sometimes God changes our plans. Sometimes God uses incidents, circumstances and even tragedies to alter your plans. നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില ദുരന്തങ്ങൾ ദൈവം അനുവദിക്കുന്ന എന്തിനാണെന്നറിയാമോ? എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികളെ തകർത്തിട്ട് ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാനാണ്. രാഹുലിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുത്തപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. പക്ഷെ എത്ര പേര്, എൻ്റെ കർത്താവേ, എൻ്റെ പദ്ധതികൾ തകർന്നു പോയാലും
സാരമില്ല, നിന്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി. കാരണം യു ഹാവ് എ ബെറ്റർ പ്ലാൻ ഫോർ മീ. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി കരുതുന്നതിലുപരിയായി നിനക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും നല്ലതായ മെച്ചമായ ഒരു പ്ലാൻ ഉള്ളതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന് എത്ര പേരിന്ന് പകൽക്കാലം പറയും. Although we may never understand this side of heaven, why God changed your plans, He always has a better plan. ഈ ലോകത്തിൽ വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികളെല്ലാം തകർന്നു പോയാലും, അതൊരു പക്ഷേ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ വന്നാലും, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ബെറ്റർ പ്ലാൻ ഉണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരങ്ങനെ നിരാശരായി അവരുടെ പദ്ധതികളെല്ലാം തകർന്നിട്ട് അവരങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഈ എമ്മൗസ് എന്ന് പറയുന്നത് യെരുശലേമിൻ്റെ പടിഞ്ഞാറ് ഉള്ള ഭാഗത്താണ്. ഇവർ പടിഞ്ഞാറോട്ടാണ് ഇവർ പോകുന്നത്. പടിഞ്ഞാറിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് ദ പ്ലേസ് വെയർ ദ സൺ സെറ്റ്സ്. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണ് പടിഞ്ഞാറ്. അപ്പോൾ സൂര്യാസ്തമനം നോക്കിക്കൊണ്ടാണ് അവർ പോകുന്നത്. പലപ്പോഴും നമ്മളും അങ്ങനെ പോകുന്നത് അല്ലേ? നമ്മൾ പോകുന്നത് അസ്തമയത്തെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ അസ്തമയ സൂര്യനെ പോയി നോക്കിയിരിക്കുമായിരുന്നു. നല്ല രസമായി. ശോകമായിട്ടുള്ള നിരാശയുടെ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഒരു ദൈവവൈദ്യൻ അസ്തമയ സൂര്യനെ നോക്കിയല്ല പോകേണ്ടത്, പിന്നെയോ ഉദയസൂര്യനെ നോക്കിയാണ് പോകേണ്ടത്. ഹല്ലേലൂയ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ റൈസിംഗ് സൺ. ഇവർക്ക് യേശു കൂടെ നടന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. കാരണം എന്താ അറിയാമോ? അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ അവരുടെ മുഖത്തേക്ക് അടിച്ചപ്പോൾ കൂടെ നടന്ന യേശുവിനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. നീ നിരാശയുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നിന്റെ കണ്ണിൽ ദൈവത്തെ കാണുവാൻ നിനക്ക് സാധിക്കത്തില്ല. എന്നാൽ പ്രതീക്ഷയോടുകൂടി ദൈവമുഖത്തേക്ക് നോക്കിയാൽ മാത്രമേ, പ്രതീക്ഷയുള്ള ഒരു ഹൃദയത്തിൽ മാത്രമേ, പ്രത്യാശയുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ കൂടെ നടക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അവരെ അങ്ങനെ നിരാശരായി എമ്മൗസിലേക്ക് പോവുകയാണ്. ഇനി അതിൻ്റെ 14-ാം വാക്യം വായിച്ചേ. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് they were talking about the things that had happened. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംഭവിച്ചതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ദാറ്റ് മീൻസ് they were living in the past. അവർ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരിക്കുന്നവരാ അവര്. they were rehashing the past. നമ്മളിൽ പലരും ഇതാ ചെയ്യാറുള്ളത്. നമ്മൾ കഴിഞ്ഞ കാലത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ കാലത്ത് the good old days എന്ന് ഇംഗ്ലീഷ് പറയും അല്ലേ? the good old times. those were the days. കഴിഞ്ഞ കാലങ്ങളിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. പലരും ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അവർ ചോദിക്കും, റിമെമ്പർ ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. ശരിയാ, നല്ലതായിരിക്കും. പലതും പഴയ കാര്യങ്ങളൊക്കെ നല്ലതാ, ഓർക്കാൻ നല്ലതാ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് നോട്ട് ബാഡ് ടു റിമെമ്പർ ദ പാസ്റ്റ്. ഇറ്റ് ഈസ് ഗുഡ് ടു റിമെമ്പർ ദ പാസ്റ്റ് ആൻഡ് ലേൺ ലെസൺസ് ഫ്രം അവർ പാസ്റ്റ് മിസ്റ്റേക്സ്. പഴയ കാര്യങ്ങളെ ഓർക്കുന്നത് നല്ലതാ, പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാ, പഴയ കാലത്തുണ്ടായ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിൽ നിന്ന് പാഠം പഠിക്കുന്നതും നല്ലതാ. പക്ഷേ ലെറ്റ് us not dwell or live in the past. നമ്മൾ ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കേണ്ടവരല്ല. പലരും ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്താണ് ജീവിക്കുന്നത്. എന്നാൽ don't live in the past, because if you do, you will miss out on all the blessings of the present. എൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളിൽ അല്ല ഞാൻ ജീവിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകൾ, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഫെയിലിയേഴ്സ്, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും. പലരും പഴയ കാല ജീവിത അനുഭവങ്ങളുടെ കാരാഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നമ്മളെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഇന്നിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എത്ര പേര് ഇന്ന് ജീവിക്കും? എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് ഓർത്താൽ എനിക്ക് ഒരു സമാധാനവുമില്ല, എനിക്കൊരു സന്തോഷവും ലഭിക്കത്തില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കൂടെ ഇന്ന് കർത്താവ് ഉണ്ട്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാതെ, എൻ്റെ കുറവുകളെ ഓർക്കാതെ, എൻ്റെ പരാജയങ്ങളെ ഓർക്കാതെ
എൻ്റെ പാപങ്ങളെ ഓർക്കാതെ എന്നെ ഇന്നും സ്നേഹിക്കുന്ന, ഇന്ന് എൻ്റെ കൂടെയുള്ള, എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, അതാണ് വേണ്ടത്. So is there anybody who is living in the past? These two people were digging up the past. നമ്മൾ ഈ കഴിഞ്ഞകാല ജീവിതമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെകഞ്ഞാലുണ്ടല്ലോ, യു ബിക്കം മിസറബിൾ. നമുക്ക് ഇന്നത്തെ അനുഗ്രഹങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അവർ നിരാശരായിരുന്നു, അവർ കഴിഞ്ഞ കാലത്ത് ജീവിച്ചു. അങ്ങനെയുള്ള വ്യക്തികൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. നോക്കിയേ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് എൻ്റെ പഴയകാല പരാജയങ്ങളുടെ ഭാണ്ഡവും പേറി ഞാൻ പടിഞ്ഞാറോട്ട് നടന്നാൽ എൻ്റെ കൂടെ നടക്കുന്ന കർത്താവിനെ കാണുവാൻ എനിക്ക് കഴിയുകയില്ല. They did not recognize Jesus. അവരുടെ കണ്ണുകൾ അടയപ്പെട്ടിരുന്നു. അതിനകത്ത് വേറൊരു കാരണം കൂടെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ 15ആം വാക്യത്തിൽ പറയുന്നത്, അതിനു മുമ്പ് പറയുന്നുണ്ട്, സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോഴൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ഇവർ വെറുതെ സംസാരിക്കുക മാത്രമല്ല, തർക്കിച്ചും കൊണ്ടിരിക്കുക. They were arguing. പല ഭവനങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തർക്കമാണ്. പ്രൈസ് ദി ലോർഡ്. സംസാരം മാത്രമല്ല, തർക്കിച്ചോണ്ടിരിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ കഴിഞ്ഞ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ വരത്തില്ലായിരുന്നടി, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്, കുറ്റം പറച്ചില്ല. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. അത് കുടുംബത്തിൽ മാത്രമല്ല, സഭയിലും. എവിടെ തർക്കമുണ്ടോ, എവിടെ ഭിന്നതയുണ്ടോ, എവിടെ ഒരു മനസ്സില്ലയോ, അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകത്തില്ല. ദൈവസാന്നിധ്യം തിരിച്ചറിയപ്പെടാതെ പോകും. അപ്പോൾ അവരുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. തർക്കമുള്ളിടത്ത് കണ്ണുകൾ അടയപ്പെടും. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിൽക്കുന്ന കർത്താവിനെ കാണാൻ കഴിയത്തില്ല. അവരുടെ ഹൃദയങ്ങൾ നിരാശപ്പെട്ടിരുന്നു. അവർക്കറിയാം കാര്യങ്ങളൊന്നും അവർ വിചാരിച്ച പോലെ അല്ല സംഭവിച്ചത്. അവർക്കതിലൊന്നും ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ അസ്തമയ സൂര്യനെ നോക്കി നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം, കൂടെയുള്ള യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഇന്നിൽ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാതെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് രുചിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇനിയും അതിൻ്റെ 17ഉം 18ഉം വാക്യങ്ങൾ. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അപ്പൊ യേശു അടുത്ത്, അവർക്കറിയത്തില്ല ഇത് യേശു ആണെന്ന്. യേശു അവരുടെ കൂടെ നടക്കുകയാണ്. അവർ ഈ സംസാരിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്തപ്പോൾ യേശു ഒരു ചോദ്യം ചോദിച്ചു. പലപ്പോഴും നമ്മളും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു നമ്മളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. യേശു നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കാറുണ്ട്. നിങ്ങൾ എന്തുവായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തുവായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷേ നമ്മൾ യേശുവിന് മറുപടി കൊടുക്കാറില്ല. പക്ഷേ ഇവരൊരു വലിയ കാര്യം ചെയ്തു. യേശു അവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ യേശുവിന് മറുപടി കൊടുത്തു. എന്താണ് ഈ കാര്യം എന്ന്, വാദിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആദ്യമേ വാടിയ മുഖത്തോടെ നിന്നു. കർത്താവ് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ വാടിയ മുഖത്തോടെ നമ്മൾ നിൽക്കും. പിന്നെ അടുത്തത്, ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം 9/11 നടന്നപ്പോഴേ, ഈ മറ്റേ ട്വിൻ ടവേഴ്സിന് ബോംബിട്ടപ്പോഴേ, അല്ല ഇത് വിമാനം കൊണ്ടിടിച്ച്, നമുക്കറിയാമല്ലോ 9/11 അമേരിക്കയിലെ ഭീകരാക്രമണം നടന്ന സമയത്ത്, അന്ന് ന്യൂയോർക്ക് സിറ്റി കൂടെ ആരെങ്കിലും ഒരാൾ നടന്നു പോയിട്ട് ചോദിക്കുക, എന്തോ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നീ മാത്രം ഇത് അറിഞ്ഞില്ലയോ? ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ലോകം മുഴുവനും ഇത് അറിഞ്ഞിട്ട് നീ മാത്രം ഇത് അറിഞ്ഞില്ലയോ എന്ന് ചോദിച്ച പോലെ ഇവരെ
ഈ കർത്താവിനോട് ചോദിക്കുന്നത്, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ ആ വാക്ക് ശ്രദ്ധിക്കുകയായിരുന്നു, യെരുശലേമിലെ പരദേശികളിൽ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കൂടെ നടക്കുന്ന യേശു അവർക്കൊരു പരദേശിയ. ഇംഗ്ലീഷിൽ അതിന് സ്ട്രേഞ്ചർ എന്നാണ് പറയുന്നത്, വേറൊരു ട്രാൻസ്ലേഷനിൽ വിസിറ്റർ എന്നാണ്. For them, Jesus is only a stranger. For them, Jesus is just a visitor. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ അങ്ങനല്ലേ യേശു? കൂടെ നടക്കുന്ന യേശു നമുക്ക് പലപ്പോഴും സ്ട്രേഞ്ചറായിട്ട് തോന്നാറില്ലേ? They considered Jesus as a stranger. Has Jesus been a stranger in your life? എൻ്റെ ജീവിതത്തിൽ യേശു എനിക്കൊരു അപരിചിതനാണോ? യേശു എൻ്റെ ജീവിതത്തിൽ വെറും ഒരു വിസിറ്റർ മാത്രമാണോ? ഈ ജീവിതയാത്രയിൽ ഇതൊരു യാത്രയാണ് കേട്ടോ. നമ്മുടെ ജീവിതയാത്രയോട് ഈ എമ്മൗസിലേക്കുള്ള യാത്രയെ നമുക്ക് ഉപമിക്കാം. എൻ്റെ ജീവിതയാത്രയിൽ യേശു എനിക്ക് ആരാ? യേശു എൻ്റെ ജീവിതത്തിലെ വെറും ഒരു അപരിചിതനാണോ? വെറുതെ കൂടെ നടക്കുന്ന ഒരു വിസിറ്ററാണോ? സോ യു ക്യാൻ കീപ് ജീസസ് എ സ്ട്രേഞ്ചർ ഓൺ യുവർ ജേർണി ആൻഡ് യു വാക്ക് സാഡ്. യേശു ഒരു അപരിചിതനായി എൻ്റെ കൂടെ നടന്നാൽ ഞാൻ എപ്പോഴും ദുഃഖിച്ച് നടക്കും. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാമായി തീരുമ്പോൾ എൻ്റെ ഈ ജീവിതയാത്രയിൽ എനിക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. യു ക്യാൻ വാക്ക് വിത്ത് ഹിം ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദ വേ ആൻഡ് എൻജോയ് ഹിസ് ഫെലോഷിപ്പ്, ജോയ്, പീസ് ആൻഡ് സ്ട്രെങ്ത്. ഇറ്റ് ഈസ് സോ മച്ച് ഹാർഡർ ടു വാക്ക് ലൈഫ്സ് ജേർണി വെൻ യു ആർ എലോൺ. തനിയെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ യാത്ര സുഗമമായിട്ട് എനിക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു അപരിചിതനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയില്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലില്ലേ, യേശു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി തീരുമ്പോൾ എൻ്റെ ഒറ്റപ്പെടലും എൻ്റെ നിരാശയും എൻ്റെ പ്രശ്നങ്ങളും എല്ലാം മാറും. കാരണം അവൻ സകലത്തിലും മതിയായവനായ ദൈവമാണ്. യു ആർ നോട്ട് എ സ്ട്രേഞ്ചർ ടു ജീസസ് ആൻഡ് ഡോണ്ട് മേക്ക് ഹിം എ സ്ട്രേഞ്ചർ ടു യു. യേശുവിന് നീ ഒരു അപരിചിതനല്ല. യേശുവിന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരും അപരിചിതരല്ല. എന്നാൽ നമുക്ക് യേശു ആരാ? Is he just a visitor? Is he just a stranger in your life? Or is he your all in all? ഇനിയും അടുത്തത് 24:19 മുതലുള്ള വാക്യങ്ങൾ. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. നോക്കി അവിടെ പറയാ, അവരുടെ നിരാശ അവർ പറയുകയാണ്. എന്തോ പറഞ്ഞു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു അതുവരെ. പക്ഷെ യേശുവിൻ്റെ ആ ചോദ്യത്തിങ്കൽ അവർ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. യേശു ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഏതെന്ന് അവൻ അവരോട് ചോദിച്ചല്ലേ, ഈ കാര്യം സംഭവിച്ച കാര്യം നീ മാത്രം എങ്ങനെ അറിയാതെ പോയതെന്ന് ചോദിച്ചപ്പോൾ ഏതെന്ന് അവൻ അവരോട് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞു. അപ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങൾ പറയുക, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അപ്പോൾ അവരുടെ ആശയും നിരാശയും അവരുടെ ഇച്ഛാഭംഗവും എല്ലാം അവർ യേശുവിനോട് പറഞ്ഞു. അതൊരു വലിയ പോയിന്റാണ് കേട്ടോ. കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം അവനോട് പറയാൻ നമുക്ക് കഴിയണം. They told Jesus everything. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അപരിചിതനോട് നീ ഒന്നും ഇത് അറിഞ്ഞില്ലേ, പോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ
ഏതാണെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ ഈ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ നിരാശകൾ, അവരുടെ ഇച്ഛാഭംഗങ്ങൾ, അവരുടെ നെടുവീർപ്പുകൾ ഇതെല്ലാം അവർ യേശുവിനോട് പറഞ്ഞു. They shared everything. They told their problems to Jesus. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് അടുത്ത് വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം, യു ടെൽ മീ, ഷെയർ വിത്ത് മീ. കർത്താവിന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഇത് കർത്താവിന് ഇതൊന്നും അറിയാൻ വയ്യായോ? കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ നിരാശകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം കർത്താവിനോട് പറയുമ്പോൾ അവനതെല്ലാം കേട്ട് നമുക്ക് മറുപടി തരുന്ന ഒരു കർത്താവാണ്. How many of you tell your problems to Jesus? ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആരോടാണ് നമ്മളത് പറയുന്നത്? ഫോൺ എടുത്ത് നമ്മൾ ആരെയാണ് ആദ്യം വിളിക്കുന്നത്? കർത്താവിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നവർ എത്ര പേര് ഇവിടെയുണ്ട്? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഏത് പ്രശ്നവും പറയുവാൻ നമുക്കൊരിടമുണ്ട്, നമുക്കൊരു വ്യക്തിയുണ്ട്. അവനോട് നമുക്ക് പറയാൻ കഴിയാത്തതായിട്ട് ജീവിതത്തിൽ ഒന്നുമില്ല. They opened up their hearts to this stranger. ഈ അപരിചിതന് അവർ യേശുവാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവർ നിരാശയോടെ നോക്കിയിരുന്ന, അല്ലെങ്കിൽ അവർ ആശിച്ചതുപോലെ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് വന്ന ആളാണെന്നുള്ളതൊക്കെ അവർ മറന്നുപോയി. അവരെ സംബന്ധിച്ചിടത്തോളം he is a stranger, but still they opened up their hearts. അവരുടെ ഹൃദയം യേശുവിൻ്റെ അടുക്കൽ അവർ തുറന്നു. നമ്മൾ പലപ്പോഴും ചെല്ലുന്നത് നമ്മുടെ ലാസ്റ്റ് റിസോർട്ടായിട്ട്, അല്ലേ, നമ്മുടെ ഏറ്റവും അവസാനത്തെ അത്താണിയായിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് സാധ്യതകളെല്ലാം അടയുമ്പോൾ, മറ്റു വാതിലുകളെല്ലാം അടയുമ്പോഴാണ് നമ്മൾ യേശുവിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത്. എന്നാൽ നമ്മുടെ ഫസ്റ്റ് ലിസണർ യേശു ആയിരിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം കൊണ്ടു ചെല്ലുന്നത് കർത്താവിൻ്റെ അടുക്കലായിരിക്കട്ടെ. കാരണം അവന് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാനായിട്ട് കഴിയത്തുള്ളൂ. When we open up to Jesus, we bring the problem to him and he is greater than any problem. നമ്മുടെ പ്രശ്നം അവൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അവൻ സകല പ്രശ്നങ്ങളെക്കാളും വലിയവനായതുകൊണ്ടാണ്. He is greater than every problem. So they told their problems to Jesus. അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. See, when you share your problems with Jesus, he makes sense of things. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ഇപ്പൊ രാഹുലിന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് നമുക്ക് അറിയത്തില്ല. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വ്യക്തമായിട്ട് സംസാരിക്കും. എനിക്ക് നിന്നെക്കുറിച്ചുള്ള മറ്റ് പദ്ധതികൾ എന്താണ്, നിന്റെ ജീവിതത്തിൽ ഞാനിത് അനുവദിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മക്കളുള്ളവരും ഇല്ലാത്തവരും, മക്കളെക്കുറിച്ച് ദുഃഖിക്കുന്നവരും, ഭാരപ്പെടുന്നവരും, നിരാശപ്പെടുന്നവരും, ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്ന, ചോദ്യങ്ങളുമായിട്ട് കഴിയുന്നവരിവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ യേശുവിനോട് ചോദിച്ചാൽ അവൻ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്ന കർത്താവ്. അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. They told their problems to Jesus and the reason why they were going home defeated. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശകൾക്കും പ്രയാസങ്ങൾക്കും എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോഴാണ്. അപ്പോൾ യേശു അതെല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇനിയും നമ്മൾ 25-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അവൻ അവരോട്, അപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. 25-ാം വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് യേശു തിരുവചനം മുഴുവൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. They listened to Jesus. They told their problems to Jesus. അത് കഴിഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞത് they listened to Jesus. നമുക്കൊരു പ്രശ്നമുണ്ട്. We
tell our problems to Jesus and we don't care to listen to Jesus. അല്ലേ? ശരിയല്ലേ? നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ യേശുവിനോട് പറയും. പക്ഷെ യേശുവിന് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ ഇരുന്ന് കൊടുക്കാറില്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ ലിസ്റ്റ്, നമ്മുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് എല്ലാം യേശുവിനെ അറിയിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് അങ്ങ് പോകും. പക്ഷേ യേശു പറഞ്ഞത് കേൾക്കുവാൻ നമുക്ക് സമയമില്ല. എന്നാൽ ഈ ശിഷ്യന്മാരെ യേശു പറഞ്ഞത് മുഴുവനും കേട്ടു. ഞാൻ വിചാരിക്കുകയായിരുന്നു, യേശു അന്ന് അവരോട് സുവിശേഷത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ദേ ലിസൺ ടു ജീസസ് ആൻഡ് അവർക്ക് മറുപടി കിട്ടി. അവര് ആ മറുപടി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അടുത്ത വാക്യം 28. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഒരു മിനിറ്റ് നിൽക്കണേ. എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യേശു ഇങ്ങനെ വരണം, ക്രിസ്തു വന്നു, മരിക്കണം, ഉയർത്തെഴുന്നേൽക്കണം, ഇതെല്ലാം പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ പഴയ നിയമത്തിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരുടെ ബുദ്ധി തുറന്നു, അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞിട്ട് യേശു എന്ത് ചെയ്തെന്നറിയാമോ? യേശു അപ്പോഴത്തേക്ക് ഇവരെ എവിടെ എത്തി? എമ്മൗസിനടുത്തെത്തി. നിങ്ങൾക്കറിയാമോ, 7 മൈൽ ദൂരം നടന്ന്, എത്ര കിലോമീറ്ററാണ് 7 മൈൽ എന്ന് പറയുമ്പോൾ? എത്ര? 12 കിലോമീറ്ററാണ്. 12 കിലോമീറ്റർ അവർ നടന്ന് ചെന്നു. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൂരം ഒരു വിഷയമല്ല, അല്ലേ? സ്തോത്രം. നിന്റെ ജീവിതത്തിൻ്റെ ദൂരം ഒരു വിഷയമാവത്തില്ല. അയ്യോ, ഞങ്ങൾ ഇത്രയും ദൂരം നടന്നോ? യേശു കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ ദൈർഘ്യം കുറഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശു ഇല്ലെങ്കിൽ ഈ 7 മൈൽ 12 കിലോമീറ്റർ എന്നുള്ളത് ചിലപ്പോൾ 120 കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമാകും. യേശുവിൻ്റെ കൂടെ നടന്നാൽ നിന്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവര് ഗ്രാമത്തിനടുത്തെത്തിയപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് യേശു അങ്ങ് പോവുക. നമ്മളും പലപ്പോഴും മുന്നോട്ട് പോകുന്ന യേശുവിനെ തടഞ്ഞു നിർത്തി, അയ്യോ ഞങ്ങളുടെ കൂടെ നിൽക്കണം. അവരെന്താ പറഞ്ഞതെന്നറിയാമോ? അവരോ ഞങ്ങളുടെ കൂടെ പാർക്ക. Abide with us. അടുത്തത്, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. എത്ര പേരങ്ങനെ യേശുവിനെ ഒന്ന് നിർബന്ധിക്കാറുണ്ട്? നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ യേശുവിനെ ശരി ഓക്കെ ബാ എന്ന് പറഞ്ഞ് യേശുവിനെ അങ്ങ് യാത്രയാക്കുന്നവരല്ലേ നമ്മൾ പലരും. എത്ര പേര് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് മറുപടി കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ ജീസസ് താങ്ക് യു, നമുക്ക് എപ്പോഴും പറയുന്നൊരു വാക്കാണല്ലോ താങ്ക് യു. നമ്മൾ യേശുവിനോട് നന്ദി, സ്തോത്രം സ്തോത്രം. ചില പറയാറുണ്ട് കോടാനുകോടി സ്തോത്രം. ഒറ്റയടിക്കെല്ലാം തീർന്നല്ലോ, കോടാനുകോടി സ്തോത്രം തീർന്നു. പിന്നെ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രിയമുള്ളവരെ, ജീസസ് ഡിഡ് നോട്ട് കം ടു സെർവ് യു, ടു ബി യുവർ ജീനി ഇൻ എ ബോട്ടിൽ, യുവർ ജാക്ക് ഇൻ ദ ബോക്സ്, യുവർ സാന്റാ ക്ലോസ്. ഒരാൾ പറഞ്ഞതാ. പലപ്പോഴും യേശു നമ്മുടെ ഇടുകൊടുക്കേ ചോറും കറിയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനുള്ള ഒരാള്. ഇംഗ്ലീഷ് പറയാറുണ്ട് എറന്റ് ബോയ്. നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉടനെ പോയി എല്ലാം റെഡിയാക്കിക്കൊണ്ട് വരുന്ന ഒരു ബോയ്, എറന്റ് ബോയ്, നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരാള്. അതിലപ്പുറത്തേക്ക് യേശുവുമായിട്ട് എത്ര പേർക്ക് ബന്ധമുണ്ട്? He didn't save you to be your servant or errand boy to do your pleasure. നമ്മുടെ യേശു നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും. പക്ഷെ എൻ്റെ കാര്യം നടത്തി തരുന്നവൻ മാത്രമല്ല എൻ്റെ യേശു, അതിലൊക്കെ അപ്പുറമാണ് യേശു. We think more of what can God do to please me. എന്നെ സന്തോഷിപ്പിക്കാൻ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. When we ought to be thinking, what can I do to please God? സ്തോത്രം. മനസ്സിലായോ? We think more of what God can do to please me. എന്നെ സന്തോഷിപ്പിക്കാൻ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. മറിച്ച് ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? What can I do to please God? എൻ്റെ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്. എത്ര പേര് ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കും? എന്നെ സന്തോഷിപ്പിക്കാൻ കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും? നോ, കർത്താവിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? Jesus is teaching us this lesson today.
സോ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം. അതിൻ്റെ അടുത്ത വാക്യം, അവരെ യേശു അപ്പം ഞാൻ പറയുന്നത്, യേശു അങ്ങനെ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പക്ഷേ അവര് ഞങ്ങളോടുകൂടെ പാർക്കുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്കെല്ലാവർക്കും ദൈവം ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. ഫ്രീ വിൽ, ദാറ്റ്സ് എ മോസ്റ്റ് പ്രഷ്യസ് ആൻഡ് പെറിലസ് ഗിഫ്റ്റ് ഗോഡ് ഹാസ് ഗിവൺ us. അത് വളരെ വിലപിടിപ്പുള്ളതും എന്നാൽ അപകടം പിടിച്ച ഒരു സമ്മാനമാണ് ദൈവം തന്നിരിക്കുന്നത്. ഏതെന്നറിയാമോ? ഫ്രീ വിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സോ ഇച്ഛ എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം തന്നിട്ടുണ്ട്, ഫ്രീ വിൽ. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നടന്നല്ലോ, കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ ജീസസ്, സീ യു, ബൈ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പിരിയാമായിരുന്നു. പക്ഷേ അവരുടെ ഫ്രീ വിൽ അവർ ഉപയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു, യേശുവേ ഞങ്ങളുടെ കൂടെ പാർക്കണമേ. ഓക്കെ, അവർ യേശുവിനെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. യേശു ഒരു ജെന്റിൽമാനാ കേട്ടോ. യേശു ഒരു ജെന്റിൽമാൻ. അവൻ ഒരിക്കലും ഇടിച്ചു കയറി നിന്റെ ജീവിതത്തിലോട്ട് വരത്തില്ല. ഞാൻ വാതിക്കൽ നിന്ന്, ജെന്റിൽമാൻ നോക്സ് ഓൺ ദ ഡോർ. ഈ ജെന്റിൽമാൻ അല്ലാത്തവരാ വാതിൽ മുട്ടാതെ അകത്ത് കയറി വരുന്നവർ. യേശു എപ്പോഴും എൻ്റെ അനുവാദം ചോദിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വരാറില്ല. അപ്പോൾ അവര് യേശുവിനെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവര് യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിന്റെ ഭാഗമായി അവര് അംഗീകരിച്ചു. അപ്പോഴാണ് അവര് അപ്പം നുറുക്കുന്നതും. ആ സമയത്ത് ഞാൻ വാക്കുകളെ വേഗം അവസാനിപ്പിക്കട്ടെ. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഇതുവരെ കൂടെ നടന്ന യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. ആ അപ്പം നുറുക്കിയപ്പോൾ, അവൻ ആ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ കൈകൾ കണ്ടപ്പോൾ, അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അവരുടെ കണ്ണുകൾ തുറന്നു, അവരുടെ ആത്മീയ നേത്രങ്ങൾ പ്രകാശിച്ചു. അയ്യോ, ഇത് ഞങ്ങളുടെ കൂടെ നടന്ന ഈ സ്ട്രേഞ്ചർ ഞങ്ങൾ നോക്കിയിരുന്ന മരിച്ചുപോയി എന്ന് വിചാരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റില്ല, എല്ലാം നശിച്ചു, എല്ലാം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച ഈ യേശുവാണല്ലോ എന്നുള്ള തിരിച്ചറിവർക്കുണ്ടായപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ദേ റെക്കഗ്നൈസ്ഡ് ജീസസ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന യേശുവിനെ കാണുവാൻ കൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അടുത്ത വാക്യം, ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അടുത്തത്, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. എന്നിട്ട് അടുത്ത വാക്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. അതായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ വാക്യം, കുറിവാക്യം. നമ്മുടെ ഉള്ളം ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു. കർത്താവ് വചനം പറഞ്ഞപ്പോൾ, തിരുവെഴുത്തുകളിൽ നിന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഹൃദയം കത്തുന്ന ഒരനുഭവം, എ സ്പിരിച്വൽ ഹാർട്ട് ബേൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവവചനം ധ്യാനിക്കുക. ദൈവത്തിന് സ്തോത്രം. ലാസ്റ്റ് അടുത്ത വാക്യം, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങി. അയ്യോ, ഇതാ എന്നെ വളരെയധികം ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. ഇവർ ഈ 7 മൈൽ ദൂരം നടന്ന് എവിടെ എത്തി? എമ്മൗസിലെത്തി. എമ്മൗസിലെത്തി കഴിഞ്ഞാൽ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇന്ന് രാത്രി ഇനി എവിടെയെങ്കിലും കിടന്നുറങ്ങി പോവാന്ന് വിചാരിക്കും. പക്ഷെ ആ നിമിഷം 7 മൈൽ നടന്നതിൻ്റെ ക്ഷീണമുണ്ടവർക്ക്. അവർ യേശുവുമായിട്ട് അവിടെ രാത്രിയിൽ അത്താഴം കഴിച്ചു. യേശുവിനെ അവർക്ക് മനസ്സിലായി. യേശു അപ്രത്യക്ഷനായി. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആ സന്തോഷം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അവർക്ക് പിന്നെ അത് വെച്ചോണ്ടിരിക്കാൻ, പിന്നെ ഒരു നേരം പോലും അവർക്ക് അവിടെ വെറുതെ ഇരിക്കുവാനോ ഉറങ്ങുവാനോ അവർക്ക് കഴിഞ്ഞില്ല. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. സ്തോത്രം. ഇന്നത്തെ മെസ്സേജ് എന്താണെന്നറിയാമോ? ഫ്രം ജെറുസലേം ടു എമ്മൗസ് ആൻഡ് ഫ്രം എമ്മൗസ് ടു ജെറുസലേം. നമ്മുടെ യാത്ര എങ്ങോട്ടാ? Are we traveling from Jerusalem to Emmaus, or are we traveling from Emmaus to Jerusalem? പിന്മാറ്റമാണ് കാണിക്കുന്നത് ആദ്യത്തെ യാത്ര. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്കുള്ളത് പിന്മാറ്റത്തിൻ്റെ യാത്രയാണ്, നിരാശയുടെ യാത്രയാണ്, ഇച്ഛാഭംഗത്തിൻ്റെ യാത്രയാണ്. എന്നാൽ യേശു എൻ്റെ കൂടെയുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്നുള്ള അറിവ് എൻ്റെ ജീവിതത്തെ ഭരിക്കുമ്പോൾ
അതാ സുവിശേഷം. യേശു ജീവിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. ഈ സുവിശേഷം ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ, ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ, പിന്നെ അതുമായിട്ട് വെറുതെ ഇരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ തിരിച്ചു നടക്കും. അതിനെക്കുറിച്ചൊരു ചിന്തകർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതം മാറ്റപ്പെട്ടു. അതായത് സുവിശേഷം എൻ്റെ ജീവിതത്തിലെ അനുഭവമാവുന്ന എപ്പോഴാണെന്നറിയാമോ? അത് ഞാൻ സ്വയമായിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥതയോടെ എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, പിന്നെയോ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് സുവിശേഷം എൻ്റേതായി മാറുന്നത്. അവർക്ക് വേണമെങ്കിൽ അന്ന് രാത്രി അവിടെ സുവിശേഷം, അവർക്ക് യേശുവിനെ മനസ്സിലായി, യേശുവിൽ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി, അവർക്ക് വെറുതെ അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയം അത് സമ്മതിച്ചില്ല. അവരുടനെ തിരിച്ചു നടക്കുക. രാത്രിയിൽ തിരിച്ചു നടക്കുക. അവരിങ്ങോട്ട് നടന്ന പോലെയല്ല, എത്രയോ സ്പീഡിലായിരിക്കും അവർ നടന്നത്. കാരണം യെരുശലേമിൽ അവരെ പോലെ നിരാശരായിരിക്കുന്ന അനേകരുണ്ട്. യേശു മരിച്ചുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന അനേകരുണ്ട്. അവരോട് ചെന്ന് പറയണം, ഇല്ല, യേശു മരിച്ചിട്ടില്ല, യേശു ജീവിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ കണ്ടു. മറിയ പറഞ്ഞ അതാണ്, ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ കണ്ടു. അതാ സുവിശേഷം. എൻ്റെ യേശു ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയുന്നതാ സുവിശേഷം. ആ അറിവ് ഉള്ളത്തിൽ സ്വയമായിട്ട് കൊണ്ട് നടക്കുന്നതല്ല സുവിശേഷം. അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് സുവിശേഷത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. സുവിശേഷം അത് അനേകരിലേക്ക് ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങോട്ടുള്ള യാത്രയിലാണെന്ന് എനിക്കറിയില്ല. യെരുശലേമിൽ നിന്ന് എമ്മവൂസിലോട്ട് പോകുന്നവരോട് ഞാൻ പറയട്ടെ, Now the journey is back from Emmaus to Jerusalem. തിരിച്ചു നടക്കുക. എമ്മവൂസിൽ നിന്ന് തിരിച്ചു നടക്കുക. എവിടേക്ക്? യെരുശലേമിലേക്ക്. സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുക. നിങ്ങൾ കാണുന്നവരോട് സുവിശേഷം പറയുക, മറ്റുള്ളവരോട് സുവിശേഷം പറയുക, അയൽക്കാരോട് സുവിശേഷം പറയുക. എന്താ സുവിശേഷം? യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.